ശ്രീ റെജി ലൂക്കോസ്, ഏറ്റവും സമഗ്രമായൊരു നടപടിയിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നത്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് ലഹരി ഉപയോഗം ഇപ്പോൾ തന്നെ കേരളത്തിൽ കുറവാണ്. പക്ഷേ പിടികൂടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അളവ് കൂടുതലുമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾക്ക് ചേരാത്ത വിധം രാസലഹരി, നിരോധിക്കപ്പെട്ട ലഹരിയുടെ ഉപയോഗം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്, സമഗ്രമായ നടപടിയിലേക്ക് നീങ്ങുന്നത്. റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു മുന്നേറ്റമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കേന്ദ്ര നാർക്കോട്ടിക് വിരുദ്ധ സമിതിയുടെ ഒരു ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ വർഷവും അവർ പുറത്തിറക്കുന്നത്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാസലഹരി, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് പഞ്ചാബില്, 2ാം സ്ഥാനം ഹരിയാന, ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എന്നാൽ കേരളം അതിന് ഏറ്റവും പിന്നിലാണ്. പക്ഷേ ഈ ലഹരി മരുന്ന് വിരുദ്ധ വേട്ടയാടലിലും അതിന് കേസുകൾ എടുക്കുന്നതിൽ 1ാം സ്ഥാനത്ത് കേരളമാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം 27,200 കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. അതേസമയം പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന പഞ്ചാബിൽ 7,300 കേസുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് കേരളം വളരെ പിന്നിലാണ് ഇതിന്റെ ഉപയോഗത്തിലെങ്കിലും കേരളം നടപടിയെടുക്കുന്നതിൽ കേരളം വളരെ മുന്നിലാണ്, 1ാം സ്ഥാനത്ത് ഇന്ത്യയിൽ. അത് വലിയൊരു നേട്ടമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഒരു മയക്കുമരുന്ന് രാസലഹരി മുക്ത കേരളമാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലേക്കുള്ള ഏറ്റവും വലിയ കടമ്പകൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന 2 തീരുമാനങ്ങൾ വളരെയധികം പ്രതീക്ഷ നൽകുന്നു. ഒന്ന്, ലഹരി വിരുദ്ധ സമിതി രൂപീകരിക്കാനും അതിന്റെ ക്യാമ്പയിൻ രൂപീകരിക്കാനും ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഡി അഡിക്ഷൻ പോലെയുള്ള സെന്ററുകൾ കൂടുതലായ രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ഓൺലൈൻ വ്യാപാരങ്ങൾ നിരോധിക്കുന്നതിനും അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ഇതിലേക്ക് അഡിക്റ്റഡ് ആകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനും അത് നിയന്ത്രിക്കുന്നതിനുള്ള സമിതി അത് ഏപ്രിൽ ആദ്യവാരം മുതൽ തന്നെ പൊതുസമൂഹമായിട്ട് കോർത്തിറക്കി തന്നെ വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് കേരളം രംഗത്തിറങ്ങിയിരിക്കുന്നത് അത്യധികം ആഹ്ലാദകരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് ഈ ലഹരി മരുന്ന് ഉപയോഗം തന്നെ, ഒരു സംശയമില്ല. പക്ഷെ കേരളത്തിലെ ചെറുപ്പക്കാർ, യുവാക്കളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഡേറ്റ, സർക്കാരിന്റെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം കൂടുന്നുള്ള ഭയാനകമായ ഒരു ഡേറ്റയാണ് അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 20 വയസ്സ് മുകളിലുള്ളവരിൽ ഇത് താരതമ്യേന കുറവാണ് ഉപയോഗം. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടികളെ വശത്താക്കാനും കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ഒരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരെ തച്ചുടയ്ക്കുക എന്നുള്ളതാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു ഉദാഹരണം പറയും. ഇന്നലെ കൊച്ചിയിൽ തന്നെ 271 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ എന്താ മനസ്സിലാക്കുന്നത്, എക്സൈസും അതുപോലെ തന്നെ ആന്റി നാർക്കോട്ടിക് സെല്ല്, പോലീസ് എല്ലാം ഉണർന്ന് ശക്തമായ രീതിയിലുള്ള നടപടികൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേരളം ഒരു മാതൃകയായി തന്നെ രാജ്യത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇറാൻ, മെക്സിക്കോ, അതുപോലെ തന്നെ അർജന്റീന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന, നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മയക്കുമരുന്നുകളെ പൂർണ്ണമായിട്ട് തടയാനുള്ള കർമ്മ പദ്ധതികൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. കേരളം എന്ന് പറയുന്നത് എല്ലാത്തിനും മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ്. നമ്മുടെ മറ്റു മേഖലകളെല്ലാം തന്നെ രാജ്യത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് നമ്മള്. അപ്പൊ അതിന്റെ ഒരു ചുവടുവയ്പ് ലോക മാതൃകയിൽ തന്നെ കേരളത്തിലെ ഗുഡ് ബൈ, ഒരു കാരണവശാലും കേരളത്തിലേക്ക് ഇനി ഇത്തരം വസ്തുക്കൾ കടക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടിയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ കൈകോർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന അതിഗംഭീരമായ വിപുലമായ ഈ ക്യാമ്പയിൻ, ഈ ആന്റി നാർക്കോട്ടിക്സ് നടപടികൾ അത്യധികം ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയും സുരക്ഷിതമായ ഒരു കേരളത്തിനെ കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞെന്നുള്ളത് അത്യധികം ആഹ്ലാദകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് കൈരളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇത്തരക്കാർക്ക് വഴങ്ങുന്ന സംസ്ഥാനമല്ല. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാനുണ്ട്. ഈ ഒന്നടങ്കം നമ്മളെ യുവതലമുറയെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ ചെറുപ്പക്കാരിൽ ചെറിയൊരു സംഘം ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു ചെറിയ സംഘത്തിനെ പോലും പൂട്ടിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ യുവജനങ്ങളിൽ മുഴുവനായിട്ടൊന്നും അല്ലെ അങ്ങനെയുള്ളതൊന്നും കേരളത്തിലെ പ്രത്യേകിച്ച് SFI പോലെയുള്ള സംഘടിത വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ ക്യാമ്പസുകളിലും എല്ലാം തീർച്ചയായും നമുക്ക് വരാം. കാരണം ഈ കളമശ്ശേരി ഹോസ്റ്റലിലൊക്കെ KSU നേതാക്കന്മാരടക്കം ഇതിൽ ഭാഗവാക്കാകുന്നു, കഞ്ചാവ് കടത്തിലും അടക്കമുള്ളവയിൽ ഭാഗവാക്കാകുന്ന കാഴ്ച നാം കണ്ടു. അപ്പോൾ രാഷ്ട്രീയമായ കരുതൽ ഒരു വിഭാഗത്തിന് മാത്രം പോരാ, എല്ലാവർക്കും വേണമല്ലോ.
ഞാൻ അതിലേക്ക് എത്താം ശ്രീ റജി ലൂക്കോസ്.